ഖദീജ ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലുള്ളാഹിക്ക് ഒരു താങ്ങും തണലുമാണ്. ഖദീജ ഉമ്മ വിട പറഞ്ഞ് 3 കൊല്ലമായപ്പോഴേക്കും അവിടുന്ന് മദീനയിലേക്ക് പോകേണ്ടി വന്നു. അതിന് പല അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്, ഈമാനുള്ള എന്റെ യുവാക്കളെ, മരണത്തോട് മല്ലിടുന്ന ഖദീജ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിയിൽ തലവെച്ച് കിടന്നു. ഖദീജ എന്ന് പറഞ്ഞാൽ 25 വയസ്സ് പ്രായമുള്ള റസൂലുള്ളാഹ് 40 വയസ്സുള്ള ഖദീജ ബീവിയെ കല്യാണം കഴിച്ച് ഖദീജ ഉമ്മ വഫാത്താകുന്നത് വരെ മറ്റൊരു പെണ്ണിനെ റസൂലുള്ളാഹ് കല്യാണം കഴിച്ചില്ല. കാരണം ഖദീജ ബീവിയോടുള്ള ആദരവ് അതൊരു വല്ലാത്ത മഹബ്ബത്തായിരുന്നു. ഖദീജ ബീവി അത് റസൂലുള്ളാഹിന്റെ ഖൽബിലുള്ള ഒരു മുത്തായിരുന്നു. ആ ഖദീജ ഉമ്മ നബി തങ്ങളുടെ മടിയിൽ കിടന്നുകൊണ്ട് കണ്ണീരൊടുക്കുന്ന കാഴ്ച മദീന പൂന്തോപ്പിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാഴ്ച അങ്ങ് കണ്ടപ്പോൾ റസൂലുള്ളാഹിന്റെ കണ്ണിലൂടെ വെള്ളം ഒഴുകി. നബി തങ്ങൾ ആ കണ്ണീര് തുടച്ചു കൊടുത്തു. യാ ഖദീജ, എന്തേ അവിടുന്ന് കരഞ്ഞത്? ജനിക്കുന്ന സമയത്ത് സമ്പന്നയും മരണവേളയിൽ ദരിദ്രയാതിന്റെ പേരിലാണോ അങ്ങ് കരഞ്ഞത്? ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കുമ്പോ സ്വർണ്ണാഭരണങ്ങളെ കൊണ്ട് പൊതിയപ്പെട്ട മഹതിയായിരുന്നു. ഖദീജ എന്ന് പറയത്തക്ക വിധത്തിൽ ഒരാഭരണം അവിടുത്തെ ശരീരത്തിലില്ല. അത് ഓർത്തപ്പോ കരഞ്ഞതാണോ? ഞാൻ അങ്ങയെ കല്യാണം കഴിക്കുന്ന സമയത്ത് രാവിലെ ധരിച്ചിരുന്ന വസ്ത്രം ഉച്ചക്ക് ധരിക്കില്ല. ഉച്ചക്ക് ധരിക്കുന്ന വസ്ത്രം രാത്രി നാം രണ്ടുപേരും കിടക്കാൻ ഒരുങ്ങുമ്പോ അങ്ങ് ധരിക്കാറില്ല. ഇന്ന് ധാരാളം കഷ്ടങ്ങൾ വെച്ച ഒരു വസ്ത്രം, 9ഓളം കഷ്ടം വെച്ചൊരു വസ്ത്രം, അത് ധരിച്ചതോർത്തുകൊണ്ടാണ് കരയുന്നത്. മറ്റെന്തോർത്തുകൊണ്ടാണ് ഖദീജ കരയുന്നത്? റസൂലുള്ളാഹിന്റെ താടിരോമം പിടിച്ചു അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് ഉമ്മ വെച്ചുകൊണ്ട്, യാ റസൂലല്ലാഹ്, നബിയെ, ജനിക്കുന്ന സമയത്ത് സമ്പന്നയും മരണവേളയിൽ ദരിദ്രയാതിന്റെ പേരിലല്ല കരയുന്നത്. ഈ കട്ടം വെച്ച വസ്ത്രം ധരിച്ചതോർത്തുകൊണ്ടുമല്ല കരയുന്നത്. അങ്ങ് എന്നെ കല്യാണം കഴിക്കുമ്പോ സ്വർണ്ണാഭരണങ്ങളെ കൊണ്ട് പൊതിയപ്പെട്ട ഒരു പെണ്ണാണ്. സത്യമാണ് നബിയേ. അല്ലാഹു എന്റെ കുടുംബത്തിന് എന്റെ നസബപരമായി എത്ര നിഅമത്തുകൾ, തോട്ടങ്ങളാണ് ഈ മക്കത്തുൽ മുകറമയിൽ അല്ലാഹു നൽകിയത്. ഇന്ന് പറയാൻ എണ്ണാൻ പറ്റിയ ഒന്നുമില്ല. ഈ കഷ്ണം വെച്ച ഒരു വസ്ത്രം ധരിച്ചത് അതോർത്തിട്ടല്ല നബിയെ ഞാൻ കരയുന്നത്. നേരെ മറിച്ച് പാവപ്പെട്ട ഖദീജ കരയാനുള്ള കാരണം അവിടുത്തെ ബാക്കി വെള്ളം കുടിച്ചവളാണ്. 25 കൊല്ലം അവിടുത്തെ ശരീരം സ്പർശിച്ച് കിടക്കാൻ അല്ലാഹു എനിക്കല്ല തങ്ങളെ ഭാഗ്യം തന്നത്. എന്റെ ഭാഗ്യം ഏത് പെണ്ണിനാണ് അല്ലാഹു കൊടുത്തത്? അവിടുത്തെ ശരീരം തൊട്ടുകിടക്കാൻ, അവിടുത്തെ ശരീരം തട്ടിക്കിടക്കാൻ, അവിടുത്തെ മുഖത്ത് നോക്കിക്കൊണ്ട് രാവിലെ എഴുന്നേൽക്കാൻ, പ്രഭാതം വളരുമ്പോ എഴുന്നേൽക്കുമ്പോ മുഖത്ത് ഞാൻ നോക്കില്ലേ നബിയെ? 25 കൊല്ലം ആ മുഖം നോക്കിക്കിടന്നില്ലേ? 25 കൊല്ലം അവിടുത്തെ ശരീരം തൊട്ട് കിടന്നില്ലേ? അത് കാരണമായി അല്ലാഹു എന്നെ സ്വർഗത്തിൽ കിടത്തിയേക്കാം. ഞാൻ സ്വർഗത്തിൽ കിടന്നാൽ തന്നെയും എത്രയോ താഴ്ന്ന പദവിയിലാണ് നബിയേ. തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബാണ്, ലോകത്തിന്റെ നേതാവാണ്. നാളെ സ്വർഗത്തിൽ ഉന്നത പദവിയിൽ കിടക്കുമ്പോൾ ഈ ഭാര്യയായ ഖദീജ സ്വർഗത്തിൽ കിടന്നാലും അങ്ങ് ആദം നബിയുടെ നേതാവാണല്ലോ. ജീവിതത്തിൽ സ്വർഗത്തിൽ വെച്ചും അവിടുത്തെ മുഖം കാണുമോ നബിയേ? അതോർത്തുകൊണ്ടാണ് യാ റസൂലല്ലാഹ് ഞാൻ അങ്ങ് കരഞ്ഞത്. മറ്റൊന്നും ഓർത്തുകൊണ്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദീജ, നാളെ സ്വർഗത്തിലേക്ക് പോകുമ്പോ എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം. ഞാൻ പറയും, എന്റെ ഖദീജ എവിടെയാണ്? ഖദീജ, നിങ്ങൾ എനിക്ക് വെള്ളം എടുത്തു തരും. എന്റെ മടിയിൽ ഇതുപോലെ സ്വർഗീയ ലോകത്ത് നിങ്ങൾക്ക് കിടക്കാൻ കഴിയും. എന്താണ് ഈ വാക്കളെ ഖദീജ ഉമ്മയുടെ ഒരു സന്തോഷം? ആ ഖദീജ ഉമ്മ ആ സന്തോഷം പ്രകടമാക്കിക്കൊണ്ട് അവിടുത്തെ അച്ചാരത്തിൽ കിടന്ന് ലോകത്തോട് വിട പറഞ്ഞില്ലേ?
പിന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി അടക്കമുള്ള ഉമ്മമാരൊക്കെ കല്യാണം കഴിച്ചു. ആയിഷ ബീവിയുടെ അരികിലേക്ക് ചെന്നാൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോ ആയിഷ ബീവിയുടെ മുഖത്ത് നോക്കി കരയും. പലപ്പോഴും കരയും, പലപ്പോഴും കരഞ്ഞു. ഒരിക്കൽ ആയിഷ ഉമ്മ ചോദിച്ചു, നബിയേ, ഞാനൊരു ഗ്ലാസ് വെള്ളം തന്നാ അങ്ങ് കരയും, ഭക്ഷണം നൽകുന്നത് കണ്ടാ കരയും, എന്താണ് തങ്ങളെ അവിടുന്ന് കരയുന്നത്? എന്റെ ആയിഷ 25 കൊല്ലം എനിക്ക് വെള്ളം നൽകിയതും 25 കൊല്ലം എനിക്ക് ഭക്ഷണം തന്നതും എന്റെ ഖദീജയാണ്. ആയിഷ, നിങ്ങൾ എനിക്ക് വെള്ളം തരുമ്പോ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന എന്റെ ഖദീജയാണ്. ഞാനും എന്റെ ഖദീജയും അങ്ങനെയാണ്, ഞാനും എന്റെ ഖദീജയും അങ്ങനെയാണ്. ആയിഷ, നിങ്ങൾ ചായ ഉണ്ടാക്കി തരും എന്റെ ഖദീജാനെ കണ്ണിലെങ്ങനെ പൊതിയും. അപ്പൊ ഞാൻ കരയുകയാണ്. ഒരു പ്രാവശ്യം നാട്ടുകാരെ ആയിഷ ബീവി ദേഷ്യം പിടിച്ചു. ഒരു ഖദീജ, വീട്ടിൽ വന്ന ഖദീജ, 24 മണിക്കൂർ ഖദീജ. ഖദീജാനെ കൊണ്ട് കുടുങ്ങിയല്ല പടച്ചവനെ, ഒരു ഖദീജാനെ കൊണ്ട്. മാഷാ അല്ലാഹ്, റസൂലുള്ളാഹി പറഞ്ഞു, പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്വാഭാവികമാണത്. സാധാരണ ഒരു നാട്ടു നടപ്പിൽ ചില ചൊല്ലുകളൊക്കെ ഉണ്ടല്ലോ. 2 കല്യാണം കഴിച്ച ആരെങ്കിലും സദസ്സിലുണ്ടെങ്കിൽ ജന്മനാ ഒരു പെണ്ണിന്റെ മദ്ഹ് മറ്റൊരു പെണ്ണിനോട് പറയരുത്. ഖസറ ഖുസ്റാനും മുബീന, എല്ലാം നഷ്ടപ്പെട്ടു പോകും. ആരെങ്കിലും 2 കല്യാണം കഴിച്ചവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു, ഇടക്കൊന്ന് പറയാം. ഒരിക്കലും ഒരു പെണ്ണിന്റെ മദ്ഹ് മറ്റൊരു പെണ്ണിനോട് പറയരുത്. ആയിഷ ബീവിയോട് ഖദീജ ഉമ്മയുടെ മദ്ഹ് പറഞ്ഞപ്പോ ആയിഷ ബീവി ദേഷ്യം പിടിച്ചു. ഒരു ഖദീജാനെ കൊണ്ട് കുടുങ്ങിയല്ലോ എന്റെ ആയിഷ, എന്റെ ഖദീജാനെ മറന്നുകൊണ്ട് ഈ ഭൂമിയിൽ ഒരിക്കൽ പെണ്ണില്ല. ആയിഷ, എന്റെ ഖദീജാനെ മറന്നിട്ട് എനിക്കൊരു പെണ്ണില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാട്ടുകാരെ, ആ ഖദീജ ഉമ്മ വിട പറഞ്ഞപ്പോഴാണ് പിന്നെ മക്കത്തുൽ മുക്കറമയിൽ 50 കൊല്ലത്തിന് ശേഷം ജീവിക്കാൻ കഴിയാതെ അവിടുന്ന് വന്നു. പ്രയാസങ്ങൾ പലതും അനുഭവിച്ചു. അവിടുന്ന് പോയില്ല നാട്ടുകാരെ മദീന പൂന്തോപ്പിലേക്ക്.